നമസ്തേ, ഞാൻ അമ്പിളി മേനൻ. യോഗ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു യോഗ വ്ളോഗറാണ് ഞാൻ. തൈറോയിഡ് ഇന്നത്തെ കാലത്ത് നമ്മൾ വളരെ വ്യാപകമായിട്ട് കേൾക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് തൈറോയിഡ് ഇഷ്യൂസ്. തൈറോയിഡ് എന്ന് പറയുന്നത് നമ്മളുടെ കഴുത്തിൻ്റെ ലോവർ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബട്ടർഫ്ലൈ ഷേപ്ഡ് ഒരു ചെറിയ ഗ്രന്ഥിയാണ് തൈറോയിഡ്. അത് ഒരു വളരെ ചെറിയൊരു ഗ്ലാൻഡ് ആണെങ്കിലും അത് പുറപ്പെടുവിക്കുന്ന സെക്രീഷൻസ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. നമ്മുടെ ബോഡിയിലെ ചില ശാസ്ത്രീയ കാരണങ്ങളാൽ ചിലപ്പോൾ ഈ ഹോർമോൺസ് വളരെ എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇതിനെ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നു. ചിലപ്പോൾ അത് ആവശ്യത്തിലും കുറവ് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇതിനെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നു. ഈ രണ്ട് സിറ്റുവേഷൻസും നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള പല ഇഫക്റ്റും ഉണ്ടാക്കുന്നുണ്ട്. തൈറോയിഡ് ഗ്രന്ഥികളാണ് നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം ഒരു അളവ് വരെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻസിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ് ഇല്ലാത്തത് കാരണം ദർ വിൽ ബി എ സഡൻ വെയ്റ്റ് ലോസ് ഓർ വെയ്റ്റ് ഗെയിൻ, ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ് ഓർ പാൽപിറ്റേഷൻ, ഇൻഎബിലിറ്റി ടു കോൺസെൻട്രേറ്റ്, സ്ട്രെസ്, ആൻസൈറ്റി, ഹെയർ ഫോൾ, ത്രോട്ട് പെയിൻ, ഇതുപോലത്തുള്ള ഒരുപാട് സിംറ്റംസ് തൈറോയിഡിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ് ഇല്ലാത്തതിനാൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ നാച്ചുറലായ രീതിയിൽ നിയന്ത്രിക്കാൻ ചില യോഗാസൻസിന് കൊണ്ട് പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് ചില നെക്ക് ഫ്ലെക്സേഴ്സ് ആൻഡ് എക്സ്പാൻസേഴ്സ് ആണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് വഴി നമ്മുടെ തൈറോയിഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ നെക്ക് റീജിയൻസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നു. പോരാത്തതിന് നമ്മൾ ഈ ആസൻ ചെയ്യുമ്പോൾ ഒരു ഇൻറ്റേർണൽ മസാജിങ് ഉണ്ടാകുന്നത് വഴി തൈറോയിഡ് ഗ്രന്ഥികളെ റെഗുലേറ്റ് ചെയ്യാൻ ഇത് വളരെ സഹായകമാണ്. അപ്പോൾ ഓൾറെഡി തൈറോയിഡ് പേഷ്യൻസ് ആയിട്ടുള്ളവർ അവരുടെ നോർമൽ മെഡിക്കേഷൻ എടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ വിധത്തിലുള്ള ചില യോഗാസനാസ് ചെയ്യുന്നത് വഴി രോഗവിമുക്തി കുറച്ചുകൂടെ ഫാസ്റ്ററായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ യോഗാസന പോസ്റ്റേഴ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഇസ് ലുക്ക് അപ്പ് ആൻഡ് ലുക്ക് ഡൗൺ വിത്ത് ദ ചിൻ ടച്ചിങ് ദ നെക്ക് റീജിയൻ. ഡൗൺ, up, down. Inhale, exhale, inhale, exhale. Another is making half circles. Excellent stretching to the neck region. Inhale, exhale. Now full circle with the chin touching the thyroid region. Clockwise, anti-clockwise. Inhale, exhale, relax. First asana we are doing is Ushtrasana or the camel pose. Leave your neck and head loose, and you can give the stretch it is giving to the neck muscles. Continue for 15 seconds. Relax. Gives an excellent stretching and massaging to the thyroid region. Second asana is Bhujangasana. While doing so, you can see the stretch it is again giving to the neck region.
an excellent stretching and toning to the neck region. Third posture is tabletop. You know that all these asanas provide great stretching, strengthening and flexibility to the entire body. പക്ഷേ ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് ഏരിയ നെക്കാണ് ഫോർ thyroid regulation. So you please notice the stretching it is giving to the neck region. Relax. Next is Matsyasana or the fish pose, again recommended widely by yogacharyas for thyroid regulation. Relax. This could be done in Padmasana also. Release the Padmasana and relax. Next is Sedubandhasana or the bridge pose. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചിൻ, നമ്മുടെ കോളർ ബോണിൽ, അതായത് ആ തൈറോയിഡ് റീജിയനിൽ നന്നായിട്ട് ടച്ച് ചെയ്ത് ഇരിക്കേണ്ടതാണ്. റിലാക്സ്. ഇത് ഹീൽസ് മുകളിലേക്ക് പൊക്കിയും മുകളിലേക്ക് പൊക്കാതെ സേതുബന്ധാസനം ചെയ്യാവുന്നതാണ്. Chin is touching the collarbone. And it gives a massage to the thyroid region. Relax. Next we'll do Chakrasana or the wheel pose. Gives excellent massaging and stretching to the neck muscles and improves the blood circulation to the neck region. Next is Sarvangasana, and from there to Halasana, which is also widely recommended by yogacharyas for thyroid regulation. You must have seen the chin is tucked to the collarbone, and this gives excellent internal massaging to the thyroid glands. We'll do 3 breathing exercises. First is Kapalbhati. In Kapalbhati, we are using the throat to draw in air. Like we
are drawing air through the throat and we are exhaling with stomach movement. This movement of the air through the throat region gives excellent massaging to the thyroid region. Next is Bhramari, wherein we are inhaling and exhaling with the humming sound. അങ്ങനെ ഒരു ഹമ്മിങ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി ത്രോട്ടിൽ നല്ലൊരു വൈബ്രേഷൻ ഉണ്ടാവും വിച്ച് റെഗുലേറ്റ്സ് ദ തൈറോയിഡ്. ഇൻഹേൽ, exhale. Inhale, exhale. This vibrates the throat muscles. And the last is Ujjayi Pranayam, which is highly recommended by yogacharyas for thyroid regulation. What we are doing is നമ്മുടെ നാക്ക് മുകളിലേക്ക് സ്റ്റിക്ക് ചെയ്യുക. സ്റ്റിക്ക് യുവർ ടങ് ടു ദി അപ്പർ പാലറ്റ്, ഡ്രോ എയർ ത്രൂ ദ ത്രോട്ട്. തൊണ്ടയിലൂടെ ഒരു മുരൾച്ച ശബ്ദത്തോടെ എയർ എടുക്കുക. അതായത് ആദ്യം നാക്ക് മുകളിൽ ടച്ച് ചെയ്യുക. Exhale. ഒരു മുരൾച്ച ശബ്ദത്തോടെ, ഒരു ഗ്രണ്ടിങ് ശബ്ദത്തോടെ ത്രോട്ടിലൂടെ എയർ എടുത്തിട്ട് എക്സൈൽ ചെയ്യാനാണ്. Exhale. ഈ 3 പ്രാണായാംസ് തൈറോയിഡ് റെഗുലേഷന് വളരെ ഉത്തമമാണ്. ഇപ്പൊ ഞാനിവിടെ ചെയ്ത ഈ യോഗാസനാസ് നിങ്ങൾക്ക് പറ്റുന്നത് പിക്ക് ചെയ്ത് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അത് യോഗാസനാസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ പ്രാണായാംസ് ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ബെനിഫിഷ്യൽ. Please subscribe to my YouTube channel and Facebook page for more informative and practical yoga tips. Stay safe, stay healthy. Bye-bye.